ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കർക്കിടക മാസം 4-ാം തീയതി, അതായത് 2017 ജൂലൈ മാസം 20-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം 27 നാഴിക രോഹിണിയും ബാക്കി മകയിരവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും ഒപ്പം ഉപദേശങ്ങൾ പറഞ്ഞു തരുവാനും ഒക്കെയായി പ്രമുഖനായ ജ്യോതിഷ ആചാര്യനാണ്. നമുക്കൊക്കെ ഗുരുസ്ഥാനീയനാണ്. അദ്ദേഹത്തെ എത്ര തന്നെ വിശേഷിപ്പിച്ചാലും മതിയാവില്ല. അത്രയും സ്നേഹത്തോടെ, അത്രയും ആദരവോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. ഇന്നത്തെ കത്തിലേക്ക് കൊല്ലത്ത് നിന്ന് മനോജാണ് കത്തെഴുതുന്നത്. മനോജ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു ജോലിയുണ്ട്. അത് അത്ര സുരക്ഷിതമൊന്നുമല്ല. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിദേശത്ത് പോകുന്നതിന് മാതാപിതാക്കൾ എതിരാണ്. എന്ത് ചെയ്യണം? വിദേശത്തെ ജോലിയാണോ നാട്ടിലെ ജോലിയാണോ ശോഭിക്കുക എന്ന വളരെ ആശങ്കയോടെ എഴുതിയിരിക്കുകയാണ്. ചതുസ്സാഗര യോഗം എന്ന യോഗമുണ്ട്. അതായത് ജനിച്ച ലഗ്നത്തിൻ്റെ 4-ാമത്തെ രാശിയിലും 7-ാമത്തെ രാശിയിലും കർമ്മസ്ഥാനമായ 10-ാമത്തെ രാശിയിലും അതിപ്രധാന ഗ്രഹങ്ങളായ താരാഗ്രഹങ്ങളായ വ്യാഴം, ശനി, ചൊവ്വ, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ ക്ഷേത്രബലം, സ്വക്ഷേത്രബലം, ഉച്ചബലം, അംശബലം, ലക്ഷ്മിബലം എന്നിവയോട് കൂടി പ്രാപിച്ചു നിന്നാൽ അതിനെ ചതുസ്സാഗര യോഗം എന്നും, ജനിച്ച രാശിയുടെ 4-ാം രാശിയിലാണ് താരാഗ്രഹങ്ങളെല്ലാം നിന്നാൽ സാഗരയോഗം മാത്രമായും, 7-ാം രാശിയിൽ നിന്നാൽ മഹാസാഗര യോഗമായും, 4, 7, 10 എന്നീ രാശികളിൽ തുല്യമായി നിന്നാൽ ചതുസാഗര യോഗമായും മാറും. ഏത് രാജ്യത്ത് പിറന്നവരാണെങ്കിലും അവരുടെ ചുറ്റുവട്ടത്തുള്ള സാഗരം മറികടന്ന്, സാഗരം എന്ന് പറഞ്ഞാൽ കടൽ മറികടന്ന് പോയി അന്യ രാജ്യത്ത് പോയി ഉപജീവനം നടത്തുകയോ ബിസിനസ് ചെയ്യുകയോ ഗവൺമെൻറ് തലത്തിൽ ബന്ധപ്പെട്ട ഭരണ കർത്തൃ വിദേശ യോഗം, അതായത് ഈ നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് അന്യ രാജ്യത്തെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനിലോ, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്കും ഈ യോഗം രാജ്യാന്തര ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, ഏറെക്കുറെ ഉദ്യോഗത്തിലുള്ള പ്രായഘട്ടങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവർക്കും ഈ യോഗങ്ങൾ കണ്ടുവരാം. മനോജിന് ഒരു നല്ല എൻജിനീയർ പദവിയിൽ വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും നല്ല കമ്പനിയിൽ നല്ല ശമ്പളത്തോടു കൂടി ഉള്ള ഒരു ജോലി കിട്ടാനുള്ള യോഗം ഈ ജാതക നിലയിൽ ഉണ്ട്. അതിനെ ചതുസ്സാഗര യോഗം എന്ന യോഗം കൊണ്ട് തീരുമാനിക്കാം. എന്നാൽ അത് എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ജനിച്ച രാശിയുടെ 7-ാം രാശി, അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2-ാം നക്ഷത്രമടങ്ങുന്ന മേടരാശിയാണ് മനോജിൻ്റെ. അതായത് ഭരണി നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് 2017 സെപ്റ്റംബർ 12-ാം തീയതി മുതൽ സപ്തമസ്ഥാനമായ മേടം, എടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം രാശിയിലേക്ക്, ഇപ്പം കന്യരാശിയിൽ നിൽക്കുന്ന വ്യാഴം തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നു, പ്രവേശിക്കുന്നു. ആ തുലാം രാശിയിൽ ഒരു വർഷക്കാലം വ്യാഴഗ്രഹം സപ്തമ വ്യാഴമായി മേടരാശിക്കാർക്ക് നിലകൊള്ളും. വിദേശത്തേക്ക് പോകാൻ യോഗം ഉള്ളവർക്കും പരിശ്രമിക്കുന്നവർക്കും ഈ അവസരം അനുകൂലമാണ്. പ്രത്യേകിച്ച് സാഗരയോഗം, ചതുസ്സാഗരയോഗം, ചന്ദ്രയോഗം മുതലായ യോഗങ്ങളുള്ളവർക്ക്. ഓരോ മനുഷ്യനും ഓരോ പ്രത്യേക യോഗനിലകൾ കൊടുത്തിരിക്കുന്നു. അതിൽ സൂപ്പർ നെറ്റ് പദവിയിൽപ്പെടുന്നതാണ് നീചഭംഗ രാജയോഗം, ചക്രവർത്തി യോഗം, വിപരീത രാജയോഗം, രാജയോഗം, അതിമാനുഷയോഗം, അവതാരയോഗം എന്നൊക്കെയുള്ള യോഗങ്ങളിൽപ്പെടുന്നത്. അതിലൊക്കെ ഏതാണ്ട് തത്തുല്യമായിട്ടൊക്കെ അടുത്തടുത്ത് വരുന്നതാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊക്കെ പെട്ടതും. പിന്നെ അതിനുശേഷം നിൽക്കുന്നതാണ് സാഗരയോഗം, ചതുസ്സാഗരയോഗം മുതലായ യോഗങ്ങളും. ഇദ്ദേഹത്തിന് മനോജിന് 2017 സെപ്റ്റംബർ മുതൽ 2018 സെപ്റ്റംബറിനുള്ളിൽ സപ്തമത്തിൽ വ്യാഴം നിൽക്കുന്ന ഈ കാലം വിദേശത്ത് പോകുവാനും ഉദ്യോഗം സ്വീകരിക്കാനും നല്ല വരുമാനം ലഭിക്കുവാനും നല്ല പദവിയിൽ ഇരിക്കുവാനും ഒക്കെ ഉള്ള യോഗങ്ങൾ തെളിയുന്നു. സെപ്റ്റംബറിലേക്ക് വരുന്ന വ്യാഴമാറ്റം ഒരു വലിയ പദവികളിലുള്ളവർ പുതിയ സ്റ്റേറ്റിലേക്കോ രാജ്യത്തേക്കോ ഒക്കെ വരുന്നതിന് മുൻപായിട്ട് പട്ടാളക്കാരും
സന്നാഹക്കാരും വന്നു പരിശോധനകൾ നടത്തുന്നു, ചില അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യുന്നു, എല്ലാവരും സന്നിഹിതരായിരിക്കുന്നു എന്ന് പറയുന്ന പോലെ വ്യാജഗ്രഹം വരുന്നതിൻ്റെ മുന്നോടിയാണ്. അത് സാഗരയോഗം ഉള്ളതുകൊണ്ടാണ് ഈ കത്തുകൾ വായിക്കാൻ ഇടയായത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് അപ്പം ഗ്രേഡ് കിട്ടുവാനും വിവാഹം മുതലായവ നടത്താൻ മോഹിച്ചിരിക്കുന്നവർക്ക്, അതായത് അവിവാഹിതർക്ക് പൊതുവെ വിവാഹാദി യോഗം യുവതീ യുവാക്കൾക്ക് വരാൻ സാധ്യത ഈ പറഞ്ഞ കാലം മുതൽ സെപ്റ്റംബർ പകുതി മുതൽ അടുത്ത വർഷം സെപ്റ്റംബർ പകുതി വരെയുള്ള കാലം. മംഗളകർമ്മസിദ്ധി, വിദേശ ഗമനം, അതുപോലെ ഹയർ ഗ്രേഡ് പഠിക്കാനായിട്ട് സ്റ്റേറ്റ് വിട്ടൊക്കെ പോകുന്നവർക്ക്, ഹയർ ഗ്രേഡിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗങ്ങളും, പുതിയ ലോൺ മുതലായതൊക്കെ പാസ്സായി കിട്ടാൻ അപേക്ഷ കൊടുത്തേക്കുന്നവർക്ക് അതിനുള്ള യോഗങ്ങളും, അപ്രതീക്ഷിതമായ രാജധനം ലഭിക്കുവാൻ, ഗവൺമെൻറ് ധനം ലഭിക്കുവാനുള്ള യോഗങ്ങളും, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവർക്ക് സ്വന്തമായി ഭവനം അല്ലെങ്കിൽ വില്ല, ഫ്ലാറ്റ് എന്നിവയൊക്കെ കരസ്ഥമാക്കാനായിട്ട് വെമ്പൽ കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള യോഗങ്ങളും ആഗ്രഹ സബലീകരണത്തിലുമൊക്കെ ജനകലായ ഒരു സമയമാണ് വരുന്ന സെപ്റ്റംബർ പകുതി മുതൽ അടുത്ത ഒരു കൊല്ലം. അത് പ്രത്യേകിച്ച് മനോജിനെ പോലെ സാഗരയോഗം ഉള്ളവർക്ക് കടൽ കടന്നു പോകുവാനുള്ള യോഗവും, അതിൽ നിന്ന് മനോജിന് എന്ന പെർട്ടിക്കുലർ വ്യക്തിക്ക് കണിശമായിട്ടും പോയി ജീവിതസന്ന വിജയിപ്പിക്കുവാനുള്ള യോഗവും, ഒരു നവീന ഗ്രഹനിർമ്മാണ യോഗവും കാണും. വിവാഹാദി മംഗളകർമ്മസിദ്ധിയോ അതുപോലെ തന്നെ വിദേശത്ത് ജോലി സാധ്യതയുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിക്കുവാനും യോഗം അടുത്ത് കാണുന്നു എന്ന് തന്നെയാണ് പൊതുവെ നല്ല കാലം തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും സ്വായത്തമാക്കുക.